നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. അപ്പം ഇനി വരുന്ന PSC പരീക്ഷകൾക്കൊക്കെ എന്ത് ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതി എന്ത്? കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതി എന്താണ്? ഹരിതാലയം എന്നാണ്. 2. വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന. വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ദം എന്നാണ് പറയാം. 3. കേന്ദ്ര സർക്കാരിൻ്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രമം കേരളത്തിൽ ഏത് പേരിൽ നടപ്പിലാക്കുന്നത്? അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രമം കേരളത്തിൽ ഏത് പേരിലാണ് നടപ്പിലാക്കുന്നത്? അമ്മയും കുഞ്ഞും എന്ന പേരിലാണ് കേട്ടോ. 4. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകുന്നതിനും വേണ്ടിയുള്ള സർക്കാർ പദ്ധതി എന്ത്? വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകുന്നതിനു വേണ്ടിയുള്ള സർക്കാർ പദ്ധതി എന്താണ്? കനിവ് എന്നാണ്. 5. ലോക പ്രമേഹ ദിനം എന്നാണ്? ലോക പ്രമേഹ ദിനം എന്നാണ്. എന്താണ് ഉത്തരം? നവംബർ 14. 6. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി, അതായത് AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി, അതായത് AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. 7. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ സഫ്രീന ലത്തീഫാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര്? സഫ്രീന ലത്തീഫ്. 8. 2025 മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരം ആര്? 2025 മെയ്യിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരം ആരാണ്? A. നജുമുദ്ദീൻ. 9. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി ലോക് മിൽനി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി ലോക് മിൽനി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം പഞ്ചാബാണ്. 10. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗവേഷണ വിജ്ഞാന മേഖലകളിൽ സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാൻ ഏതു രാജ്യവും ആയാണ് സഹകരിക്കുന്നത്? APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗവേഷണ വിജ്ഞാന മേഖലകളിൽ സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാൻ ഏതു രാജ്യവും ആയിട്ടാണ് സഹകരിച്ചത്? അപ്പോൾ ഫ്രാൻസ് ആണ്. 11. 2022 മെയ്യിൽ സൈനിക സഖ്യത്തിൽ അംഗത്വം അപേക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം? നാറ്റോ എന്നാണ് കേട്ടോ. 2022 മെയ്യിൽ നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗത്വത്തിനായി അപേക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം സ്വീഡനാണ്. 12. ലോകത്ത് ആദ്യമായി ചാണകം ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ട്രാക്ടർ പുറത്തിറക്കിയ രാജ്യം ഏത്? ലോകത്ത് ആദ്യമായി ചാണകം ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ട്രാക്ടർ പുറത്തിറക്കിയ രാജ്യം ഏത്? ബ്രിട്ടൻ. ഉത്തരം ബ്രിട്ടനാണ്. ലോകത്ത് ആദ്യമായി ചാണകം ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ട്രാക്ടർ പുറത്തിറക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനാണ്. 13. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം എന്താണ്? കേരളമാണ്. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 14. ഓൺലൈൻ വിൽപ്പന രംഗത്ത് പുതിയ വിപണന തന്ത്രങ്ങൾ ഒരുക്കുന്നതിനായി കേരളത്തിൽ നിന്ന് കേന്ദ്ര കൊമേഴ്സ് ശൃംഖലയുടെ ഭാഗമാകാൻ ഒരുങ്ങുന്നത് ആരെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓൺലൈൻ വിൽപ്പന രംഗത്ത് പുതിയ വിപണന തന്ത്രങ്ങൾ ഒരുക്കുന്നതിനായി കേരളത്തിൽ നിന്ന് കേന്ദ്ര കൊമേഴ്സ് ശൃംഖലയുടെ ഭാഗമാകാൻ ഒരുങ്ങുന്നത് കുടുംബശ്രീയാണ്.
15 അജൈവ മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിൽ റെക്കോർഡ് പ്രവർത്തനം കാഴ്ചവെച്ച കേരള സർക്കാരിന് കീഴിലുള്ള കമ്പനി ഏത്? അജൈവ മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിൽ റെക്കോർഡ് പ്രവർത്തനം കാഴ്ചവെച്ച കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കമ്പനി ഏതാണ് ചോദിച്ചത്? ക്ലീൻ കേരള ഈ കമ്പനിയാണ് ഉള്ളത്. 16 സംരംഭകർക്ക് വാട്സപ്പിലൂടെ പരാതികൾ സമർപ്പിക്കുന്നതിനും പരിഹാരം തേടുന്നതിനുമുള്ള സൗകര്യം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ്. അപ്പോൾ സംരംഭകർക്ക് വാട്സപ്പിലൂടെ പരാതികൾ സമർപ്പിക്കുന്നതിനും പരിഹാരം തേടുന്നതിനുമുള്ള സൗകര്യം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഉത്തരം കേരളമാണ്. 17 പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ഏതു രാജ്യത്തിനാണ് ഇന്ത്യ 75 ബസ്സുകൾ കൈമാറിയത്? അപ്പോൾ പൊതുഗതാഗതം സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ഏതു രാജ്യത്തിനാണ് ഇന്ത്യ 75 ബസ്സുകൾ കൈമാറിയത്? ശ്രീലങ്കയാണ്. 18 പൊന്മുടി വന്യജീവി സങ്കേതം എന്ന പേരിൽ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന ജില്ല ഏത്? പൊന്മുടി വന്യജീവി സങ്കേതം എന്ന പേരിൽ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന ജില്ല ഏത്? ഉത്തരം എന്താണ്? തിരുവനന്തപുരമാണ്. 19 ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലും ആർത്തവാവധിയും പ്രസവാവധിയും പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലും ആർത്തവാവധിയും പ്രസവാവധിയും പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? കേരളമാണ്. അപ്പോൾ കേരളത്തിലാണ് ആർത്തവാവധിയും പ്രസവാവധിയും പ്രഖ്യാപിച്ച സംസ്ഥാനം കേട്ടോ. 20 2023 ജനുവരിയിൽ ചീറ്റപ്പുലികളെ കൈമാറുന്നതിനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏത്? ഇപ്പോൾ 2023 ജനുവരിയിൽ ചീറ്റപ്പുലികളെ കൈമാറുന്നതിനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏത്? ഉത്തരം എന്താണ്? ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. 21 ലോകത്ത് ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി അവതരിപ്പിച്ച രാജ്യം ഏത്? അപ്പോൾ ലോകത്ത് ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി അവതരിപ്പിച്ച രാജ്യം ഏത്? ഉത്തരം ഫിൻലാൻഡാണ്. 22 കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏത്? ഉത്തരം എറണാകുളം. 23 ഇന്ത്യയിൽ ആദ്യമായി ചരക്കു നീക്കത്തിന് സ്വന്തമായി വിമാന സർവീസ് തുടങ്ങിയ കൊമേഴ്സ് കമ്പനി ഏത്? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ചരക്കു നീക്കത്തിനാണ് കേട്ടോ. ചരക്കു നീക്കത്തിന് നീയാണ് ഇവിടെ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ചരക്കു നീക്കത്തിന് സ്വന്തമായി വിമാന സർവീസ് തുടങ്ങിയ കൊമേഴ്സ് കമ്പനി ഏതാണ്? ആമസോൺ ആണ് ചരക്കു നീക്കത്തിനായി സ്വന്തമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ചരക്കു നീക്കത്തിന് സ്വന്തമായി വിമാന സർവീസ് തുടങ്ങിയ കൊമേഴ്സ് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആമസോൺ ആണ്. 24 ഇന്ത്യയിലെ ആദ്യ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിക്കപ്പെട്ട ജില്ല ഏത്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിക്കപ്പെട്ട ജില്ല ഏത്? അപ്പോൾ കേരളം സംസ്ഥാനത്തിലെ ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. ഇനി 25 മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി എന്ത്? മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി എന്താണ്? ചിരി പദ്ധതിയാണ്. 26 ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കുന്നതിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി എന്ത്? അപ്പം ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കുന്നതിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി എന്താണ്? ബട്ടർഫ്ലൈ. 27 ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ. ഇപ്പോൾ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്നതാണ്. അപ്പോൾ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ എന്താണ്? തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്നതാണ്. 28 കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി അപ്പം കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി എന്താണ്? ജനനി ജന്മരക്ഷ എന്നാണ് കേട്ടോ. ജനനി ജന്മരക്ഷ.
29. കേരള ന്യൂട്രീഷൻ റിസൾട്ട് സെന്റർ നിലവിൽ വരുന്ന ജില്ല ഏത്? കേരള ന്യൂട്രീഷൻ റിസൾട്ട് സെന്റർ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് കേരള ന്യൂട്രീഷൻ റിസൾട്ട് സെന്റർ നിലവിൽ വരുന്നത്. 30. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ത്? 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്താണ്? വയോമിത്രമാണ്. ഉത്തരം വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. 31. ലോക മാതൃഭാഷാ ദിനം എന്ന്? ലോക മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി 21. 32. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി 2023 സ്കൂൾ ഓഫ് എമിനൻസ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി 2023 സ്കൂൾ ഓഫ് എമിനൻസ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. 33. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആഘോഷിച്ചത് എപ്പോഴാണ്? ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആഘോഷിച്ചത് എപ്പോഴാണ്? 1923 തൊഴിലാളി ദിനം ഇന്ത്യയിൽ ആദ്യമായി ആഘോഷിച്ചത്. 34. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അപ്പോൾ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? മാർക്ക് കാർണി. അപ്പോൾ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? മാർക്ക് കാർണിയാണ്. 35. കേരളത്തിലെ ഏതാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? ഇപ്പോൾ കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റ് അവിടെ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ. കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? ഏത് യൂണിവേഴ്സിറ്റിക്കാണ്? കുസാറ്റ്. ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഉൽപാദന സംസ്ഥാനങ്ങൾ ഏതാണ്? ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഉൽപാദന സംസ്ഥാനങ്ങൾ ഏതാണ്? ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. അപ്പോൾ ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡാണ് ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഉൽപാദന സംസ്ഥാനങ്ങൾ. 37. പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? അപ്പോൾ പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാടാണ് പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം. 38. പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത്? അപ്പോൾ പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത്? ലോക കേരള എന്നാണ് പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. 39. പ്രധാനമന്ത്രി മോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം എന്താണ്? പ്രധാനമന്ത്രി മോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം എന്താണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. 40. 2070 നെറ്റ് സീറോ എമിഷൻ കൈവരിക്കുന്നതിന് ഇന്ത്യയുമായി ഒരു ധാരണാപത്രം MOU പുതുക്കിയ രാജ്യം ഏതാണ്? 2070 നെറ്റ് സീറോ എമിഷൻ കൈവരിക്കുന്നതിന് ഇന്ത്യയുമായി ഒരു ധാരണാപത്രം MOU പുതുക്കിയ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. 41. മൗണ്ട് എവറസ്റ്റ് പര്യവേഷണങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്ന രാജ്യം ഏതാണ്? മൗണ്ട് എവറസ്റ്റ് പര്യവേഷണങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. 42. പ്രായത്തിന് അനുയോജ്യമായ നഗരങ്ങളുടെയും സമൂഹങ്ങളുടെയും ആഗോള ശൃംഖലയ്ക്ക് ലോകാരോഗ്യ സംഘടനയിൽ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ഏത് നഗരമാണ്? അപ്പോൾ പ്രായത്തിന് അനുയോജ്യമായ നഗരങ്ങളുടെയും സമൂഹങ്ങളുടെയും
ആഗോള ശൃംഖലയ്ക്ക് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അംഗീകാരം ലഭിച്ച കേരളത്തിലെ ഏത് നഗരമാണ്? കോഴിക്കോട് നഗരമാണ്. ഇപ്പോൾ പ്രായത്തിന് അനുയോജ്യമായ നഗരങ്ങളുടെയും സമൂഹങ്ങളുടെയും ആഗോള ശൃംഖലയ്ക്ക് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അംഗീകാരം ലഭിച്ച കേരളത്തിലെ ഏത് നഗരമാണ്? കോഴിക്കോട് നഗരമാണ്. 43. തൊഴിൽ സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിനായി ലോകബാങ്കിന്റെ നിക്ഷേപ ലാബിൽ അടുത്തിടെ ആരാണ് ചേരുന്നത്? തൊഴിൽ സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിനായി ലോകബാങ്കിന്റെ നിക്ഷേപ ലാബിൽ അടുത്തിടെ ആരാണ് ചേരുന്നത്? സുനിൽ ഭാരതി മിത്തൽ ആണ്. 44. 2025 മെയ് 4 അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ അംബാസിഡർ ആരാണ്? ഇപ്പോൾ 2025 മെയ് 4 അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ അംബാസിഡർ ആരാണ്? KV റാബിയാണ്. KV റാബിയാണ് 2025 മെയ് 4 അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ അംബാസിഡർ. 45. 2025 മെയ് 4 7ാമത് കേല ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 2025 മെയ് 4 7ാമത് കേല ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ബീഹാർ ആണ്. 46. 34ാമത് പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം നേടിയ എസ് ഹരീഷിന്റെ നോവൽ. ഇപ്പോൾ 34ാമത് പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം നേടിയ എസ് ഹരീഷിന്റെ നോവൽ ഏതാണ്? പട്ടുനൂൽ പുഴു. അപ്പോൾ എസ് ഹരീഷിന്റെ 34ാമത് പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം നേടിയത് ആർക്കാണ്? ഹരീഷിനാണ്. അദ്ദേഹത്തിന്റെ നോവലാണ് പട്ടുനൂൽ പുഴു. 47. ഇന്ദിര സൗരഗിരി ജലവികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഇന്ദിര സൗരഗിരി ജലവികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? തെലുങ്കാനയാണ്. 48. കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രിവോൾട്ടേജ് പ്രൊജക്ട് അഥവാ സോളാർ ഫാർമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? അപ്പോൾ കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രിവോൾട്ടേജ് പ്രൊജക്ട് അഥവാ സോളാർ ഫാർമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 49. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം ഏത്? അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2025 മെയ്യിലെ കണക്ക് പ്രകാരം ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഏതാണ്? 2025 മെയ്യിലെ കണക്ക് പ്രകാരം ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 51. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? മിസോറാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ്. 52. വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥാപിതമായ സംസ്ഥാനം ഏത്? വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥാപിതമായ സംസ്ഥാനം ഏത്? ഹരിയാനയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ കഞ്ചാവ് ഔഷധ പദ്ധതി എവിടെയാണ് ആരംഭിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ കഞ്ചാവ് ഔഷധ പദ്ധതി എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരം എന്താണ്? ജമ്മു കാശ്മീർ ആണ്. 54. ഇന്ത്യയിലെ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ശാന്തിഗിരി വിദ്യാഭവൻ എവിടെയാണ് ആരംഭിച്ചത്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ശാന്തിഗിരി വിദ്യാഭവൻ എവിടെയാണ് ആരംഭിച്ചത്? തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഇവിടെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ശാന്തിഗിരി വിദ്യാഭവൻ ആരംഭിച്ചത്. 54. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം സംരംഭം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം സംരംഭം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 55. അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതായി? അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ
ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനത്തിലെ 3 ലക്ഷത്തിലധികം കാഴ്ചവൈകല്യമുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുക എന്നതാണ്. അപ്പോൾ ലക്ഷ്യം അന്ധത നിയന്ത്രണമായി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് രാജസ്ഥാനാണ്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? സംസ്ഥാനത്തിലെ 3 ലക്ഷത്തിലധികം കാഴ്ച വൈകല്യമുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുക എന്നതാണ്. അടുത്തത് 56. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? അപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? സുരേഖ യാദവ്. 57. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡാണ്. 58. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്ക ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലിയൻസ് യുടെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്ക ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലിയൻസ് യുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചത്. ഡൽഹിയാണ്. ഇനി 59. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാൻ, റഷ്യ. 60. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ ഇന്ത്യ എന്നതാണ്. 61. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറിയാണ്. 62. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാം രക്തസാക്ഷിത്വ ദിനം ആണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ്. അപ്പോൾ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാം രക്തസാക്ഷിത്വ ദിനം ആണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ്. 63. 2024 ജനുവരി 16-ന് 100ാം ചരമവാർഷികം ആചരിച്ച മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. 64. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേരിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കൊല്ലമാണ്. 65. സ്വന്തം നാട്ടിൽ 50 2020 മത്സരങ്ങൾ വിജയിക്കുന്ന ആദ്യ ടീം എന്ന റെക്കോർഡിന് നേടിയത്? അപ്പോൾ സ്വന്തം നാട്ടിൽ 50 2020 മത്സരങ്ങൾ വിജയിക്കുന്ന ആദ്യ ടീം എന്ന റെക്കോർഡ് നേടിയത് ഏത് രാജ്യത്തിനാണ്? ഇന്ത്യക്കാണ്. 66. 2026 ജനുവരി 28 മുതൽ 31 വരെ വിങ്സ് ഇന്ത്യ 2026 എവിടെ നടക്കും? 2026 ജനുവരി 28 മുതൽ 31 വരെ വിങ്സ് ഇന്ത്യ 2026 എവിടെ നടക്കും? ഹൈദരാബാദ് സിറ്റിയിൽ. 67. സ്കൂളുകൾക്കും കോളേജുകൾക്കും ചുറ്റും പുകയിലരഹിത മേഖലകൾ നടപ്പിലാക്കുന്നതിനായി രാജ്യവ്യാപകമായി പ്രചാരണം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? സ്കൂളുകൾക്കും കോളേജുകൾക്കും ചുറ്റും പുകയിലരഹിത മേഖലകൾ നടപ്പിലാക്കുന്നതിനായി രാജ്യവ്യാപകമായി പ്രചാരണം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? കേരള വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. 67. അമൃത ഭാരതി സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർനിർമ്മിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏത്? അമൃത ഭാരതി സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർനിർമ്മിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വടകരയാണ്. അപ്പോൾ പാലക്കാട് റെയിൽവേ ഡിവിഷൻ കീഴിലുള്ള വടകരയാണ് കേട്ടോ. പാലക്കാട് റെയിൽവേ ഡിവിഷനുള്ള വടകരയാണ്. 68. 2025-26 ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം ഏത്? ഇന്ത്യയാണ്.
69 ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏത്? ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര, അതായത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. 70 സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏത്? സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയിൻകിഴി, തിരുവനന്തപുരത്ത് മലയിൻകിഴിയാണ്. 71 2023 അവസാനത്തോടെ ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മിനി പതിപ്പ് ഏത്? 2023 അവസാനത്തോടെ ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മിനി പതിപ്പ് ഏതാണ്? വന്ദേ മെട്രോ. 72 വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കായി ആരംഭിച്ച കേരള സർക്കാരിന്റെ ധനസഹായ പദ്ധതി എന്ത്? വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കായി ആരംഭിച്ച കേരള സർക്കാരിന്റെ ധനസഹായ പദ്ധതി എന്ത്? സ്വാന്തനം. 73 സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന ലാഡ്ലി ബഹ്ന പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഇവിടെ ബഹ്ന എന്നാണ് കേട്ടോ, ഇവിടെ ബഹ്ന എന്നാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന ലാഡ്ലി ബഹ്ന പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. 74 $5 നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബ്രിട്ടീഷ് രാജചിത്രം ഒഴിവാക്കാൻ തീരുമാനിച്ച മുമ്പ് ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യം ഏത്? അപ്പം $5 നോട്ടിൽ ഉൾപ്പെടുത്തിയിരുന്ന ബ്രിട്ടീഷ് രാജചിത്രം ഒഴിവാക്കാൻ തീരുമാനിച്ച മുമ്പ് ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യം ഏത്? ഓസ്ട്രേലിയയാണ്. 75 2023 ഫെബ്രുവരിയിൽ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി ഓർ നേടിയ മലയാളി ആര്? 2023 ഫെബ്രുവരിയിൽ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി ഓർ നേടിയ മലയാളി ആരാണ് വെച്ചാൽ ഡോക്ടർ VR ലളിതാംബികയാണ്. അടുത്തത് 76 ഓൺലൈൻ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും പിടിയിലാക്കുന്ന കുട്ടികളുടെ രക്ഷയ്ക്കായി പോലീസിന് കീഴിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സംസ്ഥാനം ഏത്? അപ്പോൾ ഓൺലൈൻ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും പിടിയിലാകുന്ന കുട്ടികളുടെ രക്ഷയ്ക്കായി പോലീസിന് കീഴിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സംസ്ഥാനം ഏത്? കേരളമാണ്. 77 2027 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേദി എവിടെ? അപ്പോൾ 2027 ഏതാ ഏഷ്യൻ ഫുട്ബോൾ വേദി എവിടെയാണ്? സൗദി അറേബ്യയാണ്. 78 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏത്? 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? ജപ്പാനാണ്. 79 കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര? കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്രയാണ്? 369 രൂപയാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്രയാണ്? 369 രൂപയാണ്. 80 ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏത്? അപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്നത്. എത്ര രൂപയെന്ന് കിട്ടണേ? 400 രൂപയാണ്. 81 ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? അപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. 82 മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ചിത്രം. അപ്പോൾ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ചിത്രം ഏതാണ്? യോദ്ധാവാണ്. 83 ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഏത്? ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഏത്? ഗ്രാമയാത്രയാണ്. 84 വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? കേരളം.
ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏതാണ്? പാമ്പൻ പാലം. 86. സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2014 7ാം പതിപ്പിൽ പശ്ചിമ ബംഗാൾ ഏത് ടീമിനെതിരാണ് വിജയിപ്പിച്ചത്? അപ്പോൾ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2014 78ാം പതിപ്പിൽ പശ്ചിമ ബംഗാൾ ഏത് ടീമിന് എതിരെയാണ് വിജയിച്ചത്? കേരളം. 87. സുഗതകുമാരി നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് എവിടെ? സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് എവിടെയാണ്? ആറന്മുള. 88. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏത്? അപ്പോൾ ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ബാങ്കാണ്. കവരത്തി ദ്വീപിലാണ് ഉള്ളത്. അപ്പോൾ ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എവിടെയാണ്? HDFC ആണ്. കവരത്തി ദ്വീപിലാണ് ഉള്ളത്. 89. അഭ്യസ്ത വിദ്യ സ്ത്രീകൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേരളം നോളജ് ഇക്കോണമി കുടുംബശ്രീയും നടപ്പിലാക്കുന്ന പദ്ധതി എന്ത്? അപ്പോൾ അഭ്യസ്ത വിദ്യരായ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേരളം നോളജ് ഇക്കോണമി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? തൊഴിൽ അരങ്ങത്തേക്ക്. 90. സൗദി അറേബ്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് മേഖലയിലെ ഓഹരി പങ്കാളിത്തം നേടുന്ന സൗദി പൗരൻ അല്ലാത്ത ഏക വ്യക്തി ആര്? ഇപ്പോൾ സൗദി അറേബ്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് മേഖലയിൽ ഓഹരി പങ്കാളിത്തം നേടുന്ന സൗദി പൗരൻ അല്ലാത്ത ഏക വ്യക്തി ആരാണ്? MA യൂസുഫ് അലിയാണ്. 91. ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ അപ്സര. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏതാണ്? അപ്സര. 92. ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം ഏത്? ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം ഏതാണ്? 2008 ഒക്ടോബർ 22. 93. കേരളം സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലനവൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽചെയർ പദ്ധതി. അപ്പം കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ചലനവൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽചെയർ പദ്ധതി എന്താണ്? ശുഭയാത്ര. 94. കേൾവി തകരാറുള്ള കുട്ടികൾ സഹായിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? കേൾവി തകരാറുള്ള കുട്ടികളോട് സഹായിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. 95. ഓട്ടോറിക്ഷയിൽ വീട്ടുപടിക്കൽ റേഷൻ വിഹിതം എത്തിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ഓട്ടോറിക്ഷയിൽ വീട്ടുപടിക്കൽ റേഷൻ വിഹിതം എത്തിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഒപ്പം. അപ്പോൾ ഓട്ടോറിക്ഷയിൽ വീട്ടുപടിക്കൽ റേഷൻ വിഹിതം എത്തിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഒപ്പം. 96. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ബെന്യാമിനാണ്. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന പുസ്തകത്തിന് രചയിതാവ് ബെന്യാമിൻ. 97. ഇന്ത്യ ഏത് അന്താരാഷ്ട്ര സംഘടനയുമായി ചേർന്നാണ് ട്രേഡ് ആൻഡ് ടെക്നോളജിക്കൽ കൗൺസിലിംഗ് രൂപം നൽകിയത്? ഇന്ത്യ ഏത് അന്താരാഷ്ട്ര സംഘടനയുമായി ചേർന്നാണ് ട്രേഡ് ആൻഡ് ടെക്നോളജിക്കൽ കൗൺസിലിംഗ് രൂപം നൽകിയത്? യൂറോപ്യൻ യൂണിയൻ. 98. ഏത് നവോത്ഥാന നായകൻ്റെ 200ാം ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്? ഏത് നവോത്ഥാന നായകൻ്റെ 200ാം ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതി. 99. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. 99. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഡൽഹി ടു മുംബൈ. 100. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത്? അപ്പോൾ 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പം ഈ 100 കറണ്ട് അഫയേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരുന്ന PSC എക്സാമിനൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.